പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തിന്. വിശുദ്ധിയിൽ ഭയങ്കരനേ, വണങ്ങുന്നു തിരുസന്നിധേ. പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തിന്. വിശുദ്ധിയിൽ ഭയങ്കരനേ, വണങ്ങുന്നു തിരുസന്നിധേ. ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ. ഉയർത്തിയിടും ഞാൻ തിരുനാമമഖിലം. നീ മാത്രം യേശുവേ. ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ. ഉയർത്തിയിടും ഞാൻ തിരുനാമമഖിലം. നീ മാത്രം യേശുവേ. ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ. ഉയർത്തിയിടും ഞാൻ തിരുനാമമഖിലം. നീ മാത്രം യേശുവേ. നീ മാത്രം യേശുവേ. നീ മാത്രം യേശുവേ. ആരാധന 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 ആരാധന. അങ്ങയുടെ മക്കളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ യേശുവേ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ, ആരാധന ആരാധന. ഹല്ലേലൂയ യേശുവേ, ആരാധന ആരാധന ആരാധന. യേശുവേ അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പുത്രനായ യേശുവേ അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആത്മാവായ ദൈവമേ അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പിതാവായ ദൈവമേ അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഋത്വേക ദൈവമേ മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പുത്രനായ യേശുവേ നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. റൂഹായ ദൈവമേ നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദിവ്യകാരുണ്യമായ ക്രിസ്തുവേ
നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. കരങ്ങൾ കൂപ്പി പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. സ്വർഗം മുഴുവനും നമ്മോടൊപ്പം നിൽക്കുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയെ ഉറ്റുനോക്കുന്ന നിമിഷങ്ങളിൽ സ്നേഹമുള്ള മകനെ, മകളെ, ഈ ദിവ്യകാരുണ്യത്തിലേക്കൊന്ന് ഉറ്റുനോക്കാമോ? സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. കർത്താവേ, ഈ നിമിഷം അങ്ങേ ഉറ്റുനോക്കുന്നു ഞങ്ങളുടെ കുടുംബം പ്രകാശപൂരിതമാകട്ടെ. ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. സ്നേഹമുള്ളവരെ, ഈ ആരാധനയിൽ സ്വർഗം മുഴുവനുമുണ്ട്. പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും നമ്മുടെ കാവൽ മാലാഖമാരും രക്തസാക്ഷികളും ക്രോവന്മാരും ശ്രാപ്പന്മാരും ഒക്കെ ഇതാ നമ്മോടൊപ്പം ആരാധിക്കുന്നുണ്ട്. ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന സ്വർഗം തുറന്ന് കർത്താവ് കേൾക്കുമാറാകട്ടെ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ അവിടുന്ന് നിത്യരക്ഷയിലേക്ക് ആനയിക്കുവാൻ വേണ്ടി ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചന ശുശ്രൂഷയിൽ ആദ്യന്തം ഭക്തിയോടെ നമുക്ക് പങ്കെടുക്കാം. നമ്മുടെ ധ്യാനത്തിൻ്റെ അവസാന ദിവസമായി എന്ന് ഒത്തിരിയേറെ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്കായിരിക്കാം. ഈ വചനം പങ്കുവയ്ക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി, അത് സ്വീകരിക്കുവാനുള്ള ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി മക്കളെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ആ ഇടങ്ങളിൽ നിന്നൊന്ന് കരങ്ങൾ കൂപ്പി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? എഫെസസ് 6:19 വലിയ അഭിഷേകം എന്നിലൂടെ നിങ്ങളിലും എന്നിലും വ്യാപരിക്കുവാൻ, കർത്താവെ, അങ്ങയുടെ ദാസനായ ഞാൻ വാതുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും സുവിശേഷത്തിൻ്റെ പൊരുളുകൾ സധൈര്യം പ്രഘോഷിക്കുവാനും അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് കർത്താവെ എന്നിലും ഈ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന ഓരോ വ്യക്തിയിലും ലഭിക്കുമാറാകട്ടെ, നിറയുമാറാകട്ടെ. പരിശുദ്ധ അമ്മേ, ലാസരറ്റിൽ പ്രത്യക്ഷപ്പെട്ട കണ്ണീരോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യകയെ, വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങളുടെ നിയോഗങ്ങൾ പുത്രന് നിങ്ങൾ സമർപ്പിക്കണമേ. അമ്മയുടെ വിമല ഹൃദയം വഴി ഔസേപ്പിതാവിൻ്റെ കരങ്ങളിലൂടെ ഈ വചന ശുശ്രൂഷ ആരാധന പൂർണ്ണമായും ദൈവത്തിനൊരു കാണിക്കയായി നമുക്ക് ഈ നിമിഷം അർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മരണ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മുടെ ധ്യാനത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് തമ്പുരാന് മുമ്പിലായിരിക്കാം. ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിലും നമ്മെ വചനത്തിലൂടെ, ദിവ്യകാരുണ്യത്തിലൂടെ, പുതിയ പുതിയ ഉൾക്കാഴ്ചയിലൂടെ ശക്തിപ്പെടുത്തിയത്, പുതിയ ബോധ്യങ്ങൾ നൽകിയത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്, നമ്മളെ എന്തിനു വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്, മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയാണ്, നല്ല മരണത്തിന് നമ്മൾ എപ്രകാരമാണ് ഒരുങ്ങേണ്ടത്, ശുദ്ധീകരണ സ്ഥലം ഉണ്ടോ ഇല്ലയോ, അവിടുത്തെ ആത്മാക്കൾക്ക് സ്വയം രക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ലല്ലോ, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം, ഇവയൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് ഈ പുത്രനായ യേശുക്രിസ്തുവാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ അവസാന ദിവസം നമ്മൾ പങ്കെടുക്കുകയാണ്. വലിയ അഭിഷേകത്തിൻ്റെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മൾ ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് ശുദ്ധീകരണ സ്ഥലം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇനി അങ്ങനെ ഒഴിവാക്കിയവർ ആരെങ്കിലും ചരിത്രത്തിലുണ്ടോ? ശുദ്ധീകരണ സ്ഥലം അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ഗഹനമായ രീതിയിൽ തിരുസഭയുടെ പ്രബോധനങ്ങളോട് ചേർത്ത് വെച്ച് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുവാൻ പോകുകയാണ്. നമുക്കറിയാമല്ലോ സ്നേഹമുള്ള ദൈവമക്കളെ,
ഈ ഒരു വചന ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് പെട്ടെന്നുള്ളൊരു ചിന്തന മനസ്സിലേക്ക് കയറിയത് പ്രകാരമാണ്. ഈ സന്ദേശങ്ങൾ ഒരുങ്ങുന്ന സമയത്ത് ഒരു ദിവസം ദേവാലയം മുറ്റത്ത് ഒരു സ്ത്രീ വന്ന് പൊട്ടിക്കരയുന്ന ആ സ്ത്രീയുണ്ട്, ആ സ്ത്രീയുടെ മക്കളുണ്ട്. പറഞ്ഞത് പ്രകാരമാണ്, അച്ഛാ എൻ്റെ ജീവിത പങ്കാളി മരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആരും വീട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ മകളുടെ വീട്ടിലായിരുന്നു, എൻ്റെ ഈ മക്കളൊക്കെ മറ്റിടങ്ങളിലായിരുന്നു. അപ്പം അദ്ദേഹം ഹൃദയാഘാതം വന്നാൽ മരിക്കണം, ആരും ഉണ്ടായിരുന്നില്ല. വല്ലാത്ത വേദനയുണ്ട് അച്ഛാ എന്ന് പറയുകയായിരുന്നു. അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ വാക്കുകൾ തപ്പിയപ്പോൾ എനിക്ക് കർത്താവ് തന്ന പ്രചോദനം നിങ്ങളോടുമായി ഇന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നുകയാണ്. നമ്മുടെ കുടുംബത്തിലും ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ദുഃഖമുണ്ടാവും, നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. മരിക്കുന്ന സമയത്ത് അവരെ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല, പെട്ടെന്നുള്ള മരണമായിരുന്നു. പ്രത്യേകിച്ച് ഈ അറ്റാക്ക് വന്ന് മരിക്കുന്നവർ നമ്മുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങാതെ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ്, പിന്നെ വരുന്നത് അയാളുടെ മൃതദേഹവുമായിട്ട് കടന്നു വരും. നമുക്ക് ആശുപത്രിയിൽ നിന്ന് ഒരു ഫോൺ കോൾ ലഭിക്കുകയാണ്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ കോൾ ലഭിക്കുകയാണ്, ഈ ആൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഈ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി അങ്ങനെ അമ്മച്ചിയുടെ ജീവിത പങ്കാളി, ചാച്ചൻ, അപ്പച്ചൻ, ആ ജീവിത പങ്കാളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ഇത് തന്നെ ആ മക്കളോട് ഞാൻ ചോദിച്ചു. നിങ്ങളുടെ പപ്പയുടെ, ചാച്ചൻ്റെ, അപ്പൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? അപ്പം മക്കൾ പറഞ്ഞ പ്രകാരമാണ്, ആരെയും വേദനിപ്പിക്കാതെ ഒത്തിരി നാൾ കിടക്കാതെ ഈ ഭൂമി വിട്ടു പോകണം, ആർക്കും ഒരു ഭാരമായി തീരരുത്. അപ്പം ഞാൻ പിന്നീട് അവരോട് ചോദിച്ചു, ഇപ്പോൾ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ പപ്പ അറ്റാക്ക് വന്ന് മരിച്ചതാണോ നിങ്ങൾക്ക് ദുഃഖം? അതല്ലെങ്കിൽ പപ്പയുടെ പ്രാർത്ഥന കേട്ടതിനാണോ ദുഃഖം? സത്യമല്ല സ്നേഹമുള്ളവരെ, ഈ ആരാധന നടത്തുന്ന ഞാനും ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങളുമൊക്കെ രഹസ്യത്തിൽ എവിടെയെങ്കിലും ഒരു തവണ പ്രാർത്ഥിച്ചിട്ടില്ല, കർത്താവേ ഈ ഭൂമിയിൽ എൻ്റെ കൂടപ്പിറപ്പുകൾക്കൊന്നും ഭാരമാകാതെ എന്നെ അങ്ങ് കൊണ്ടുപോകണമെന്ന്? അപ്പം പെട്ടെന്നുള്ള മരണം ദൈവം നൽകുന്നൊരു സൗഭാഗ്യമല്ലേ? ഈ ഒരു ചിന്ത നമ്മൾ ആഴപ്പെട്ട് കഴിഞ്ഞാൽ, ഈ ഒരു വേദനയാൽ കഴിയുന്നവർക്ക് ഈ ആരാധനയുടെ സമയത്ത് തന്നെ, ഈ വചനം കേൾക്കുന്ന സമയത്ത് തന്നെ കർത്താവ് വലിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. ഒരു സ്വർഗം നൽകുന്ന ഒരു പ്രാർത്ഥന കേട്ടതിൽ നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. അവരൊക്കെ നരകിച്ച് മരിക്കണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം. ദൈവം പെട്ടെന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല, ദൈവം ഉണ്ടായിരുന്നില്ല കൂടെ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ഗത്സമൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിച്ചപ്പോൾ കഴിയുമെങ്കിൽ പാനപാത്രം എടുത്തു മാറ്റണമേ എന്ന് പറഞ്ഞ് ഈശോ മാരകമായ വേദനയാൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു ദൂതനെ അയച്ചെന്ന്. അപ്പം നമ്മളില്ലെങ്കിലും സ്വർഗത്തിൻ്റെ ദൂതൻ ആ സമയത്ത് അവരുടെ ഒപ്പമുണ്ട്. അത് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവരാകട്ടെ, പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് മരിക്കുന്നവരാകട്ടെ, ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ICU വാർഡിൽ കിടന്ന് മരിക്കുന്നവർ ആകട്ടെ, ദൈവത്തിൻ്റെ ദൂതനുണ്ടെന്നേ. ആ ഭാരം നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറണം, അങ്ങനെയുള്ള ദുഃഖഭാരം. ആരാധനയുടെ ഈ വചനശുശ്രൂഷയുടെ ആദ്യം തന്നെ കർത്താവ് പറയാനായിട്ട് പ്രചോദിപ്പിച്ചൊരു കാര്യം അങ്ങ് പറയുന്നതേ ഉള്ളൂ. നമുക്കറിയാമല്ലോ സ്നേഹമുള്ള ദൈവമക്കളെ, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. എന്താണ് സത്യം? ഈ ലോക ജീവിതം ശാശ്വതമല്ല. കെട്ടിപ്പിടിച്ചതെല്ലാം വിട്ടുകൊടുക്കേണ്ടതും കൂട്ടിവെച്ചവയെല്ലാം ഉപേക്ഷിക്കേണ്ടതുമാണ്. ഒന്നും ഉണ്ടാവില്ല, കൂടെ കൊണ്ടുപോകാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം സ്നേഹമുള്ളവരെ, ഈ ലോകം വിട്ടൊരു യാത്രയുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. ഈശോ തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പറഞ്ഞു വിടുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കണം. പറയുന്ന പ്രകാരമാണ്, യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ നിങ്ങൾ സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണെന്ന് പറയാം. ഈ ഈശോ പറഞ്ഞത് ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് അയക്കുമ്പോഴാണ്. പക്ഷേ ഇത് നിത്യതയിലേക്കുള്ള യാത്രയുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കിക്കേ. നിങ്ങളൊരു യാത്ര, ഈ ലോക ജീവിതം ഒരു യാത്രയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആവർത്തിച്ചത്, ഈ ലോകത്തിൽ നമ്മൾ യാത്രക്കാരാ. ഈ യാത്ര അവസാനിക്കുന്നത് എവിടെയാ? വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നുള്ള, കർത്താവേ എൻ്റെ ആത്മാവ് അങ്ങയെ പുൽകുന്നത് വരെ അസ്വസ്ഥമാണ് എന്ന് പറയണേ. അങ്ങയിൽ വിലയം പ്രാപിക്കുന്നത് വരെ, അഭയം പ്രാപിക്കുന്നത് വരെ. അപ്പോൾ ഈ ലോകം നമ്മൾ സഞ്ചരിക്കാനായി ദൈവം തന്നിരിക്കുന്ന ഒരു ഇടം മാത്രമാണ് ഈ ലോകം. ഈ ലോകം ശാശ്വതമല്ല. ഈ ലോകം നശിച്ചു പോകേണ്ടതാണ്. ഈ ലോകത്തിനപ്പുറത്തുണ്ട്, മരണത്തിനപ്പുറത്തൊന്നുണ്ട്. നമ്മുടെ ഈ ധ്യാനചിന്തകളുടെ ആ വിഷയം തന്നെയാണ് മരണത്തിനപ്പുറം, ഈ ലോകത്തിനപ്പുറം ഒന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നത് എന്നതാ, നീ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ സഞ്ചി എടുക്കരുത്. സഞ്ചിയുമായിട്ട് ആർക്കെങ്കിലും
നിത്യതയിലേക്ക് പോകാൻ പറ്റുമോ? സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അതൊരു ഭാരവും പാടില്ല. വടിയെടുക്കരുത്. നിനക്കൊരു താങ്ങ് പിന്നെ വേറെ ആരുമില്ല. നമ്മൾ ആദ്യ ദിവസം കൊണ്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, യൗവനത്തിൽ നീ യുവാവായിരുന്നപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം നീ ചെയ്തു, ഇഷ്ടമുള്ള ഇടത്തേക്ക് നീ പോയി. പക്ഷേ നിനക്ക് പ്രായമാകുമ്പോൾ മറ്റൊരുവൻ നിന്റെ കരം പിടിക്കും. അപ്പോൾ നമ്മളെ നിത്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മുടെ കരം പിടിക്കുന്നത് നമ്മുടെ മാലാഖയോ പരിശുദ്ധ അമ്മയോ അല്ലെങ്കിൽ ദേവദൂതന്മാരൊക്കെയാണ്. മറ്റൊരുവൻ നമ്മളെ കരം പിടിക്കും. അപ്പോൾ നമുക്ക് വടിയുടെ ആവശ്യമില്ല. ഇനി പറയുന്നത് എന്നതാ? വസ്ത്രത്തിൻ്റെ 2 വസ്ത്രങ്ങൾ വേണ്ട. എന്താണ് അതിൻ്റെ അർത്ഥം? നാം ധരിച്ചിരിക്കുന്ന വസ്ത്രം മണ്ണിൽ ചേരും. മറ്റൊരു വസ്ത്രം നമുക്ക് ദൈവം നൽകും. എന്താണ്? വിശുദ്ധിയുടെ വെള്ള വസ്ത്രം. യോഹന്നാന്റെ വെളിപാടിൽ കണ്ടു, വിശുദ്ധിയുടെ വെള്ള വസ്ത്രം അണിഞ്ഞവരെ ഞാൻ കണ്ടു. അപ്പം നമുക്ക് മറ്റൊരു വസ്ത്രം നമ്മളെ ധരിപ്പിക്കും. മാമുദീസായിൽ നമ്മളെ വെള്ളവസ്ത്രം തരുന്നുണ്ട്. കുഞ്ഞിൻ്റെ കരങ്ങളിൽ വെള്ളവസ്ത്രം തരും. ഇതിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധിയുടെ വസ്ത്രമാണ്. ഇനി മരണപ്പെട്ട് കഴിയുമ്പോൾ ഈ ആളുടെ മുഖത്ത് നമ്മൾ വസ്ത്രം, ഒരു തൂവെള്ള വസ്ത്രമൊക്കെ ഇട്ട് നമ്മൾ മൂടും. എന്താണ്? പുതിയൊരു വസ്ത്രമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഒരാൾ മരിച്ചതിന് ശേഷം ആ കബറടക്കത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പുതിയ വസ്ത്രം നമ്മൾ മണയിപ്പിക്കുക. എന്തുകൊണ്ടാണ്? അതൊരു പ്രതീകമാണ്. വിശുദ്ധിയുടെ വെള്ള വസ്ത്രം തമ്പുരാൻ നൽകുന്നതിൻ്റെ പ്രതീകമാണ്. പിന്നീട് പറയുന്നത് എന്നതാണ്? ചെരുപ്പ്, പാദരക്ഷകൾ വേണ്ട. ദൈവമാണ് നമ്മുടെ രക്ഷ. മരിച്ച വ്യക്തിക്ക് പിന്നെ ആരാണ് രക്ഷ? ദൈവമാണ് രക്ഷ. അപ്പോൾ ഇത് നിത്യതയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വചനഭാഗമാണെന്ന് കർത്താവ് ഈ ദിവസം നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നീട് പറയുന്നത് പ്രകാരമാണ്. എന്താണ് പറയുന്നത്? നിന്റെ അധ്വാനത്തിൻ്റെ കൂലി നിനക്ക് ലഭിക്കും. നമ്മൾ ഈ ഭൂമിയിൽ നന്നായിട്ട് ജീവിച്ചാൽ നമുക്ക് അതിൻ്റെ കൂലി ലഭിക്കും. സ്വർഗം നമുക്ക് നൽകും, ദൈവം നമുക്ക് നൽകും. ഇത് ഉറപ്പാണ്. അതുകൊണ്ടാണ് വിശുദ്ധിയിലൊക്കെ നമ്മൾ ജീവിക്കണമെന്ന് പറയുന്നത്, സ്നേഹമുള്ള ദൈവമക്കളെ. ഇനി സൃഷ്ടിയുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞ ആദ്യത്തെ ദിവസം ഞാനൊന്ന് സമാഹരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ആരാധനയിൽ തുടർച്ചയായിട്ട് പങ്കെടുക്കുവാൻ സാധിക്കാത്തവർ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ തുടർച്ചയായിട്ട് 1-ാമത്തെ എപ്പിസോഡ് മുതൽ 5-ാമത്തെ എപ്പിസോഡ് വരെ കാണണം. വലിയ അഭിഷേക ഉൾക്കാഴ്ചയൊക്കെ നിങ്ങൾ ലഭിക്കും. അപ്പോൾ 1-ാമത്തെ ദിവസം നമ്മൾ കണ്ടു, ദൈവ സൃഷ്ടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തോടൊപ്പമായിരിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തെ അറിയുവാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മൾ കാണുകയുണ്ടായി, നമ്മളിൽ മരണഭയമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കുകയില്ല എന്നുള്ളത്. മരണഭയം നമുക്ക് പാടില്ല. എങ്ങനെ നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങാം? എന്താണ് നല്ല മരണം? നല്ല മരണത്തിന് വേണ്ടി നമ്മൾക്ക് എങ്ങനെ ഒരുങ്ങാനായിട്ട് സാധിക്കും? പിന്നെ ശുദ്ധീകരണ സ്ഥലം ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ അത് എവിടെ? ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ഏറ്റവും വലിയ നൊമ്പരം എന്താണ്? അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു 14 കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കൃത്യമായിട്ട് പറയുകയുണ്ടായി. ഈ വിഷയങ്ങൾ ധ്യാനിച്ച ശേഷം ഇന്ന് സമാപന ദിവസമായ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ചോദിച്ചൊരു കാര്യപ്രകാരമാണ്, ശുദ്ധീകരണ സ്ഥലം എല്ലാവർക്കും ഉണ്ടോ? അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ ഇനി മരണശേഷം ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ? നിങ്ങളുടെ ശ്രദ്ധ ആവശ്യമുണ്ട്, ഈശോയ്ക്ക് ആവശ്യമുണ്ട്. ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് പഠിപ്പിച്ച ശേഷം നമുക്ക് തുടർന്ന് അഭിഷേക ആരാധനയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, സഭാപിതാവായ തെർത്തുല്യനാണ് ഇതിനെക്കുറിച്ചൊരു മറുപടി നൽകുന്നത്. ആദ്യമായിട്ട് തെർത്തുല്യൻ പറയുന്നത് പ്രകാരമാണ്, രക്തസാക്ഷികൾ പെട്ടെന്ന് തന്നെ ദൈവത്തെ ദർശിക്കുമെന്നാണ് തെർത്തുല്യൻ പഠിപ്പിക്കുന്നത്. അതായത് രക്തം ചിന്തി മരിച്ചവർ, കർത്താവിന് വേണ്ടി എസ്തപ്പാനോസ്, രക്തസാക്ഷികൾ, അപ്പസ്തോലന്മാരായ രക്തസാക്ഷികൾ, ഇവരെല്ലാം തെർത്തുല്യൻ പഠിപ്പിക്കുന്ന പ്രകാരമാണ് അവർക്കൊക്കെ ആ രക്തം ചിന്തി മരണപ്പെട്ടതിലൂടെ തന്നെ വിശുദ്ധിയിലേക്ക് ദൈവം കൊണ്ടുപോകുമെന്നാണ് എൻ്റെ വിശ്വാസമെന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഇനി നമുക്കറിയാം, പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവപുത്രൻ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ശുദ്ധീകരണം ഉണ്ടായിട്ടില്ല. ഔസേപ്പിതാവ് സഭാ പാരമ്പര്യം പഠിപ്പിക്കുന്നത് ഈശോയുടെ മടിയിൽ കിടന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കിടന്നാണ് ഔസേപ്പിതാവ് മരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഔസേപ്പിതാവും സ്വർഗത്തിൽ പോകുന്നുണ്ട്. വിശുദ്ധനായ സ്നാപക യോഹന്നാൻ എലിസബത്തിന്റെ ഉദരത്തിൽ വെച്ച് വിശുദ്ധീകരിക്കപ്പെട്ടവനാണ്. അപ്പസ്തോലന്മാർ തീർച്ചയായിട്ടും രക്തസാക്ഷിത്വം വഹിച്ചവരുണ്ട്. അപ്പോൾ സഭ പഠിപ്പിക്കുന്ന പ്രകാരമാണ് എല്ലാവർക്കും ശുദ്ധീകരണം ഉണ്ടായിട്ടില്ല. അവർക്ക് ശുദ്ധീകരണം ആവശ്യമില്ലാത്തവരുണ്ട്. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, പരിശുദ്ധ കന്യാമറിയത്തിനും ഔസേപ്പിതാവിനും ഒരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവർ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകാതെ നേരെ സ്വർഗത്തിലേക്ക് എത്തിയവരാണ്. അതിനർത്ഥം എന്താ? ശുദ്ധീകരണ സ്ഥലം എല്ലാവർക്കും ഉണ്ടായിട്ടില്ല. ഇനി നമ്മുടെ കാര്യമോ? നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്നേഹമുള്ള ദൈവമക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കാര്യം അത് കണക്ട് ചെയ്ത് പോവുകയാണ്, ബന്ധപ്പെടുത്തി പോവുകയാണ്. സഭാപിതാവായ ഒറിജിൻ പറയുന്ന പ്രകാരമാണ്, ദൈവത്തോളം പരിശുദ്ധി എനിക്കോ നിനക്കോ ഉണ്ടോ? ഇല്ലല്ലോ. ദൈവത്തോളം പരിശുദ്ധി ആർക്കുമില്ല. അപ്പോൾ
ദൈവത്തോട് ചേരണമെന്നുണ്ടെങ്കിൽ ദൈവത്തോളം പരിശുദ്ധി നമുക്ക് വേണം. അതിനൊരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലം നല്ലതോ ചീത്തയോ? അത് നല്ലതാണ്. എങ്കിൽ മാത്രമേ ദൈവത്തിലേക്ക് നമുക്ക് ചേരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ വിശുദ്ധനായ അഗസ്റ്റിൻ പറഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് വീണ്ടും ഒന്ന് ആവർത്തിച്ച് പറഞ്ഞ് ഇതിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത പാഠങ്ങൾ പഠിക്കാൻ നമ്മൾ പോവുകയാണ്. അഗസ്റ്റിൻ പറയുന്നത് പ്രകാരമാണ്, അഗസ്റ്റിൻ എന്ന് പറയുന്ന സഭാപിതാവ് ഈ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ പിതാവ് എന്നാണ്. പ്രബോധനങ്ങൾ, ശുദ്ധീകരണ സ്ഥല പ്രബോധനങ്ങളുടെ പിതാവ്, ഫാദർ ഓഫ് ദ ടീച്ചിങ്സ് ഓഫ് ദ പർഗറ്ററി എന്നാണ് അഗസ്റ്റിൻ അറിയപ്പെടുന്നത്. അപ്പോൾ അഗസ്റ്റിൻ പറയുന്നത് പ്രകാരമാണ്, കർത്താവിൻ്റെ കരുണ സ്വന്തമാക്കാൻ ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ ദൈർഘ്യം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒരു പ്രത്യാശയുടെ വാക്കാണേ. അതായത് ശുദ്ധീകരണ പ്രക്രിയയിലൂടെ എല്ലാവരും കടന്നു പോകേണ്ടതായിട്ടുണ്ട് കർത്താവിൻ്റെ കരുണ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിൻ്റെ ദൈർഘ്യം, കാലയളവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുമത്രേ. ഇപ്പം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് തോന്നില്ലേ? ഇനി എങ്ങനെ കുറയ്ക്കാനായിട്ട് സാധിക്കും? ഈ എങ്ങനെ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിന് സ്നേഹമുള്ള ദൈവമക്കളെ, പ്രധാനമായിട്ടും നമുക്ക് കുറച്ച് കാര്യങ്ങൾ സഭയുടെ പ്രബോധനങ്ങളിലൂടെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അച്ഛൻ നിങ്ങൾക്ക് വിശദീകരിച്ച് വരാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എണ്ണിയെടുത്തോണം, എഴുതിയെടുത്തോണം. കഴിഞ്ഞ ദിവസങ്ങൾ എടുത്തതുപോലെ പേനയും പേപ്പറും എടുക്കുക, എടുത്തിട്ട് എഴുതിയെടുക്കുക. ഒന്നാമത്തെ ഈ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കുവാനായിട്ട് പറഞ്ഞു തരുന്ന വചനഭാഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ. അന്ത്യവിധിയെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. അന്ത്യവിധിയിൽ ഈശോ ഈശോയുടെ രണ്ടാം വരവ് നമുക്കറിയാം, ചെമ്മരിയാടുകളെയും കോരാടുകളെയും വേർതിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് തൻ്റെ ഇടതുവശത്തുള്ളവരോടും വലതുവശത്തുള്ളവരോടും പറയുന്ന കാര്യങ്ങളുണ്ട്. അതിനകത്ത് പറയുന്ന കരുണയുടെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് പറയുന്നത്, നിങ്ങളത് വായിക്കുക, ഞാൻ ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവുകയാണ്, നിങ്ങൾ ബൈബിൾ എടുത്ത് പിന്നീട് വായിക്കുക. ഒന്നാമത്തെ കാര്യപ്രകാരമാണ്, നമ്മൾ ചെയ്യേണ്ട പുണ്യപ്രവർത്തികൾ പ്രകാരമാണ്, വിശക്കുന്നവന് ഭക്ഷണം നൽകണം. വിശക്കുന്നവന് ഭക്ഷണം നൽകണം. ചേർത്ത് വെക്കേണ്ട കാര്യമാണ്, ദാഹിക്കുന്നവന് ജലം നൽകണം. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണം. നഗ്നരെ ഉടുപ്പിക്കണം. എന്താണ് ഇതിൻ്റെ അർത്ഥം? മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളാണ് വസ്ത്രം, ഭക്ഷണം, ജലം, പാർപ്പിടം. ഇവ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. പ്രത്യേകമായിട്ട് സ്നേഹമുള്ള ദൈവമക്കളെ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം. നമുക്കറിയാം, നമ്മൾ ഈ ഭക്ഷണത്തോട് എത്രയോ പേരാണ് ഈ ഭക്ഷണം 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 എന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്നവർ. ഇത് മാത്രമല്ല, എന്നാൽ പട്ടിണി കിടക്കുന്നവർ എത്രയോ പേരുള്ളത്. അപ്പോൾ പാവപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കരുണ കാണിക്കണം. അവന് ഒരു നേരത്തെ അന്നത്തിനുള്ള വക നമ്മളവർ കൊടുക്കണം. ഭക്ഷണം കഴിക്കാനുള്ള പൈസ. നമ്മുടെ ആരും പട്ടിണി കിടന്ന് മരിക്കാൻ പാടില്ലെന്നേ ഈശോ ആവശ്യപ്പെടുന്നത്. അത് അങ്ങനെ ഒരു മനസ്സറിഞ്ഞൊരു അന്നദാനം ചെയ്യുമ്പോൾ സ്വർഗത്തിലേക്കുള്ള വാതിൽ നിനക്കായി ദൈവം വെട്ടി തുറക്കുകയാണ് ചെയ്യണേ. ദാഹിക്കുന്നതിന് വെള്ളം കൊടുക്കണം. എന്താണ് അർത്ഥം? കരുണ കാണിക്കണം. കരുണ കാണിക്കണം. നമുക്കറിയാമല്ലോ, ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ വളരെ അർത്ഥവത്തായ ഉപമയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ധനവാൻ ജീവിച്ചിരുന്നപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു. അവൻ്റെ പടിവാതിക്കൽ കിടന്ന ലാസറിന് ഒന്നുമില്ലായിരുന്നു. അവൻ അവിടെ നായ്ക്കളോടൊപ്പം ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടി മല്ലടിച്ചപ്പോഴും കരുണയില്ലാതെ ഈ യജമാനൻ 3 നേരം ഭക്ഷണം കഴിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? അവന് ഭക്ഷണം കൊടുത്തില്ല, അവന് വെള്ളം കൊടുത്തില്ല, അവന് ഉടുതുണി പോലും കൊടുത്തില്ല. എന്നിട്ട് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ഈ മരണശേഷം ധനവാൻ നരകാഗ്നിയിൽ കിടന്ന് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കാണുകയാണ്. എന്നിട്ട് ധനവാൻ വിളിച്ചു പറയാ, ദൈവമേ, ആ ലാസറിനെ ഇങ്ങോട്ട് അയക്കണമേ. അത് ലാസർ അറിയുന്നൊരു വ്യക്തിയായിരുന്നു ഓർക്കണം. അല്ലെങ്കിൽ ലാസറിനെ എങ്ങനെയാ ധനവാനെ അറിയാനായിട്ട് പറ്റണേ? ഈ അറിയുന്നൊരു വ്യക്തിക്ക് കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. അപ്പോൾ ഈ ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഇവിടെയുള്ളവർ അങ്ങോട്ടോ അവിടെയുള്ളവർ ഇങ്ങോട്ടോ വരാൻ സാധിക്കില്ല. സ്വർഗവും നരകവും തമ്മിലുള്ള അന്തരമാണത്. അത് ഭൂമിയിലുള്ളവർ ചെയ്യണം. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ കൂടപ്പിറപ്പുകൾ 5 പേരുണ്ട്, അവർക്കെങ്കിലും രക്ഷ നേടാനായിട്ട് ലാസറിനെ അയക്കണേ. ഇല്ല, അവർക്ക് പ്രവാചകന്മാരുണ്ട്, അവർക്ക് മറ്റുള്ള പ്രബോധകരുണ്ടെന്ന് പറയണേ. ആ പ്രബോധകനാണ് ഇപ്പോൾ നടക്കുന്നത്. സ്നേഹമുള്ളവരെ, കരുണ കാണിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്, വയോവൃദ്ധർ അല്ലെങ്കിൽ രോഗക്കിടക്കയിൽ കഴിയുന്നവർ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അവർ ശുശ്രൂഷിക്കാനായിട്ട്. ചിലപ്പം അവർ മലമൂത്ര വിസർജനം ബെഡിൽ തന്നെ നടത്തും. ഇവരൊന്നും മരിച്ചിരിക്കുന്നതൊക്കെ നമ്മളങ്ങ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, അങ്ങനെയൊന്നും ആഗ്രഹിക്കരുത്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദൈവമേ, ആഗ്രഹങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുക, സഹനം കുറയ്ക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അവർ ചിലപ്പോൾ ഭയങ്കര വല്ലാത്ത ദുർഗന്ധമൊക്കെ ഉണ്ട്. പക്ഷെ അവരെ സ്നേഹത്തോട് ശുശ്രൂഷിക്കുക. അവർ ശുശ്രൂഷിക്കുന്നതിലൂടെ അവരുടെ സ്വർഗരാജ്യം മാത്രമല്ല, നീ നിൻ്റെ സ്വർഗരാജ്യം കൂടിയാണ് ഉറപ്പുവരുത്തുന്നതെന്ന് കത്തോലിക്കാ സഭയുടെ പരമോന്നത അധികാരിയായ പാപ്പ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ശുശ്രൂഷ നമ്മൾ ചെയ്യണം. അതുപോലെ ഭവനമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്കറിയാമല്ലോ, ചെറ്റക്കുടിലിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ട്. ചെയ്യാവുന്ന നന്മ ചെയ്യാന്നേ. ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാൻ നിനക്ക് ലക്ഷങ്ങൾ കൊടുക്കാൻ പറ്റിയില്ല, പക്ഷെ ആരെങ്കിലും സംഭാവനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 5,000 രൂപയോ 10,000 രൂപയോ കൊടുത്തൂടെ? അല്ലെങ്കിൽ രോഗികളായിട്ട് ചികിത്സിക്കാൻ പണമില്ലാത്തവർക്ക്, കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ളവർ, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ, അവരൊക്കെ ഒന്ന് സഹായിച്ച് നോക്കിക്കുക. നാളെ നിനക്ക് ഈ ഒരു അവസ്ഥ വന്നാൽ നീ എന്ത് ചെയ്യും? അതുകൊണ്ട് സഹായം, കാരുണ്യം നമ്മൾ ചെയ്യണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ അഗസ്റ്റിൻ പഠിപ്പിക്കുന്ന 1-ാമത്തെ പാഠം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ വായിച്ചിട്ട് പഠിപ്പിക്കുന്ന പ്രകാരമാണ് ഇത് നമ്മൾ ചെയ്യണം എന്നാണ്, കാരുണ്യ പ്രവൃത്തികൾ. അതോടൊപ്പം തന്നെ ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു കാര്യമുണ്ട്, കാരാഗൃഹത്തിലുള്ളവരെ സന്ദർശിക്കുക, ജയിലിലുള്ളവരെ സന്ദർശിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കറിയാമല്ലോ, കർത്താവ് യേശുമിശിഹാ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. തൻ്റെ ആ 3 ദിവസത്തെ യാത്രയിൽ കാരാഗൃഹത്തിലൊരു രാത്രി കടന്നിട്ടുണ്ട്. അപ്പസ്തലന്മാർ കടന്നിട്ടുണ്ട്, എത്രയോ വിശുദ്ധർ കടന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ജയിലിൽ കിടക്കുന്നവർ മുഴുവനും കുറ്റവാളികളൊന്നുമല്ല. ഒരുപക്ഷെ അവരൊരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തു, അവർക്ക് ഒത്തിരിയേറെ മാനസാന്തരം. നമ്മൾ ആരാ അവരെ വിധിക്കാനായിട്ട്? അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്നവരുടെ ചിലരെങ്കിലും ജയിലറകളിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ മുൻപ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്നവരുണ്ടാകാം. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ആരാ അവരെ വിധിക്കാനായിട്ട്? അപ്പോൾ കാരാഗൃഹത്തിൽ കഴിയുന്നവരെ സന്ദർശിക്കാൻ പറ്റുന്നെങ്കിൽ അവർ സന്ദർശിക്കണം, അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. ഈ ലോകമാകുന്ന കാരാഗൃഹത്തിൽ കഴിയുന്നവരെ നമ്മൾ, അപ്പോൾ ഇവിടെ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥലം ഒരു കാരാഗൃഹം പോലെ തന്നെയാണെന്ന് പറയണേ. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയിലുള്ള വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതാണ് 1-ാമത്തെ കാര്യം, മത്തായി 25-ലെ വചനം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് തരുന്നത്. 2-ാമത്തെ കാര്യം എന്താണ്? 2-ാമത്തെ കാര്യം സുപ്രധാനമായൊരു കാര്യമാണ് സ്നേഹമുള്ളവരെ. ജീവിതത്തിൻ്റെ അഹന്ത അവസാനിപ്പിക്കണം. അഹങ്കാരം പാടില്ല. ഞാനാണ് എല്ലാം, ഈ 2 നില കെട്ടിടം ഞാൻ ഉണ്ടാക്കിയതാണ്, ഈ സമ്പാദ്യം മുഴുവൻ ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, കർത്താവ് തരാത്തതായിട്ടുള്ള എന്താ നിനക്കുള്ളത്? ഈ അധ്വാനിക്കാൻ ആരോഗ്യം തന്നത് ആരാ? നിനക്ക് ജോലിക്ക് പോകാൻ ആരോഗ്യം തന്നത് ആരാ? അഹന്തയുടെ വാക്കുകൾ ഒരിക്കലും ജീവിതത്തിൽ പാടില്ല. എനിക്ക് ദൈവം നൽകിയതാണത്. ഞാൻ എന്നുള്ള അഹങ്കാരം പാടില്ല. നമുക്കറിയാമല്ലോ, വെള്ളപ്പൊക്കം വന്നു നമ്മുടെ നാട്ടിൽ. ഇത് അഹങ്കാരത്തിന് മേൽ ദൈവം അയച്ച ഒരു ശിക്ഷയാണ്, താക്കീതാണ്. എല്ലാം പോയില്ലേ? ഉള്ളവനും ഇല്ലാത്തവരൊക്കെ ഒരുപോലെ ആയില്ലേ? എത്രയോ ക്യാമ്പുകളിലേക്ക് നമ്മൾ അന്തി ഉറങ്ങേണ്ടതായിട്ട് വന്നില്ലേ പലരും? നമുക്ക് എന്താ സ്വന്തമായിട്ടുള്ളത്? ഒന്നുമില്ലെന്ന്. ദൈവം തരാത്തതായിട്ട് നിനക്ക് എന്താ ഉള്ളത്? നീ അധ്വാനിച്ചു എന്ന് നിനക്ക് അങ്ങനെ പറയാൻ കഴിയും? കൊറോണ വന്നു, എത്ര പെട്ടെന്ന് നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചത്. എത്രയോ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് ഒരു നോക്ക് കാണാൻ കഴിയാതെ മരണപ്പെട്ടു പോയത്. മനുഷ്യൻ്റെ ആയുസ് ഇത്രയേ ഉള്ളൂ. സങ്കീർത്തനം 103:15 പറയുന്നുണ്ട്, മനുഷ്യ ജീവിതം പുൽക്കൊടി പോലെയാണ്, അത് പ്രഭാതത്തിൽ വിരിയുന്ന പുഷ്പം പോലെ. അത് സൂര്യപ്രകാശം അടിക്കുമ്പോൾ അത് വാടിപ്പോകും, പിന്നെ നിന്നിരുന്ന സ്ഥലം പോലെ അതിനെ ഓർക്കുകയില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആയുസ്. അഹങ്കരിക്കാൻ നമുക്ക് എന്തുണ്ട് സ്നേഹമുള്ള ദൈവമക്കളെ? അതുകൊണ്ട് അഹങ്കാരം പാടില്ല. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 36-ാം വചനത്തിൽ പഠിപ്പിക്കുന്ന പ്രകാരമാണ്, ഓരോ നിമിഷവും ജീവിത അന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കുക, അപ്പോൾ നീ പാപം ചെയ്യില്ല അത്രേ. അതായത് ഓരോ ദിവസവും ഓരോ നിമിഷവും എൻ്റെ ജീവിതം അവസാനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പുണ്യം ചെയ്യുള്ളൂ, പാപം ചെയ്യില്ല. ഈ രാത്രിയോ ഈ പോകുന്ന നമുക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ആഴപ്പെടണമെന്ന് വചനം പറയണേ. അതുകൊണ്ട് അഹന്ത അവസാനിക്കണമെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും സെമിത്തേരിയൊക്കെ നീ സന്ദർശിക്കണം. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ സെമിത്തേരി പോവില്ല. പള്ളിയിൽ പോകുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സെമിത്തേരി പോയി, നമുക്കറിയാവുന്ന കുറേ പേരുണ്ടാവില്ല അവിടെ. ഇപ്പോഴത്തെ സെമിത്തേരികളിലാണെങ്കിൽ ചിത്രങ്ങൾ വരെ വയ്ക്കാറുണ്ട്. ഒന്ന് പോവുക. ഇവിടെ ഞാൻ പറയേണ്ടതാണ്, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടെങ്കിലും നീ ഒരിക്കലും അവിടെ വരണം. വൺ ഡേ യു വിൽ ഹാവ് ടു കം ദെയർ. അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ അഗതി മന്ദിരങ്ങൾ, അനാഥ മന്ദിരങ്ങളൊക്കെ സന്ദർശിക്കുക. ഇതുപോലൊരവസ്ഥ നമുക്ക് വന്നാലോ? ആശുപത്രികൾ, നഴ്സുമാരും ഡോക്ടർമാരൊക്കെ ഒരു ശുശ്രൂഷ എന്നതിനുപരിയായിട്ട് നാളെ നീ രോഗിയായിട്ട് കിടന്നാലോ? അപ്പം അവർ നഴ്സുമാരും ഡോക്ടർമാരും അടക്കം ബാക്കിയുള്ളവർ വല്ലപ്പോഴുമൊക്കെ ആശുപത്രികളിൽ രോഗികളായിട്ട് കിടക്കുന്നവരൊക്കെ ഒന്ന് പോയി സന്ദർശിക്കുക. നാളെ എനിക്കും വരാം ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിൽ, ഇങ്ങനെ കിടപ്പ് രോഗികൾ, വൃദ്ധമന്ദിരങ്ങളിൽ ഒക്കെ സന്ദർശിക്കുക. സാധുങ്ങൾ സ്നേഹമുള്ള ദൈവമക്കൾ ഇതോടൊപ്പം ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ്. നമ്മൾ ഇടവകളൊക്കെ സേവനം ചെയ്ത് പോയ വൈദികരുണ്ട്, റിട്ടയർഡായ വൈദികർ.
നിങ്ങൾ എത്ര പേര് അങ്ങനെയുള്ള വൈദികരൊന്ന് പോയി സന്ദർശിച്ചിട്ടുണ്ട്? വിയാനി ഹോം എന്നൊക്കെ പറയും രൂപതകളിൽ. നിങ്ങൾ മാമോയിസം മുക്കിയ വൈദികൻ, നിങ്ങളുടെ വിവാഹം നടത്തിയ വൈദികൻ, അവരൊക്കെ ഒന്ന് പോയി സന്ദർശിച്ചുകൂടെ? എന്തൊരു സന്തോഷമായിരിക്കും അവർക്ക് വല്ലപ്പോഴും ഒന്ന് പോയി സന്ദർശിക്കുക. നിങ്ങളൊക്കെ അങ്ങനെയുള്ള വ്യക്തികളും സന്ദർശിക്കുക. ഇതൊക്കെ നമുക്ക് വേണമെന്നേ. അപ്പം നമ്മുടെ ഈ അഹന്ത അവസാനിക്കും. ഈ ഒരു സിറ്റുവേഷൻ എനിക്കും വരും, നിനക്കും പ്രായമാവുകയല്ലേ എന്നുള്ളൊരു ചിന്ത പ്രഭാഷണ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ നമ്മളിലും വന്നു നിറയും. മൂന്നാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യമാണ്, ശരീരത്തെ പവിത്രമായി സൂക്ഷിക്കണം. നമ്മുടെ ശരീരം ദൈവം നൽകിയൊരു ദാനമാണ്. ഇതിനെ പവിത്രമായി സൂക്ഷിക്കണം. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം, ശരീരത്തെ പവിത്രമായി സൂക്ഷിക്കണം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ ദേവാലയം ശുദ്ധീകരിക്കുകയാണ്. കച്ചവടക്കാരെയൊക്കെ ആട്ടി ഓടിക്കുന്ന രംഗം നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 22-ാം വചനത്തിൽ അപ്പോസ്തലന്മാർ ഇപ്രകാരം പറയുകയാണ്, ഈശോയുടെ ഉയർത്തെഴുന്നേറ്റിന് ശേഷമാണത്രേ ഇതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായത്. ഈശോ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. ഈ ശരീരം നിങ്ങൾ തകർക്കുക, 3-ാം ദിവസം ഞാനത് പുനർനിർമ്മിക്കുമെന്ന് ഈശോ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ കുറിച്ചാണത്രേ. അപ്പം എൻ്റെ ശരീരം ആത്മാവിന് വസിക്കാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ഒരു ആലയമാണ്. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായം 17 മുതൽ 19 വചനത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അപ്പോൾ ആലയം പവിത്രമായി സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് ബാധ്യതയുണ്ട്. പ്രഭാഷകൻ 23 പറയുന്നുണ്ടല്ലോ, 23-ാം അധ്യായം 18 മുതലുള്ള വചനങ്ങൾ പറയാണ്, ഇരുട്ട് ദാമ്പത്യ വിശ്വസ്തതയ്ക്കെതിരെ പാപം ചെയ്യുന്നവനെ കുറിച്ച് പറയണേ, തൻ്റെ ഭാര്യയ്ക്കെതിരെ ഭർത്താവിനെതിരെ പാപം ചെയ്തതിനെ കുറിച്ച് പറയണേ. ഇതാരും കാണുന്നില്ല, ഇരുട്ട് എനിക്ക് മറയാണ്, ഈ ഭിത്തി എനിക്ക് മറയാണ്. എന്നിട്ട് വചനം പറയുന്നത് പ്രകാരമാണ്, അല്ലയോ മൂഢനായ മനുഷ്യ, കർത്താവിൻ്റെ നയനങ്ങൾക്ക് സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശോഭയുണ്ടെന്ന് നീ അറിയുന്നില്ലേ? നമ്മൾ രഹസ്യത്തിൽ ചെയ്തതെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. ഇതോടുകൂടി ചേർത്ത് വയ്ക്കണം. എന്തിനാണ് മൃതശരീരം അടക്കം ചെയ്യണേ? നമ്മളൊരു നായയോ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു ജന്തുവൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഴിയെടുത്ത് കുഴിച്ചിടലുള്ളൂ. ഈ മനുഷ്യൻ മരിക്കുമ്പോൾ മാത്രം എന്തിനാണ് ഈ കബറടക്കം കൊടുക്കണേ? സ്നേഹമുള്ളവരെ, തിയോളജി ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ ദൈവശാസ്ത്രമെന്ന് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറയുന്നത് പ്രകാരമാണ്, നമ്മൾ മൃതസംസ്കാര ശുശ്രൂഷയിൽ ഓരോ പ്രാർത്ഥനയും അർത്ഥവത്താണെന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ്. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഇത് 2-ാം വരവിൽ ദൈവത്തിലേക്ക് ചേരാനുള്ളത്. അതുകൊണ്ട് ശരീരത്തോട് അനാദരവ് കാണിക്കരുത്. അത് മൃതശരീരമാകട്ടെ ജീവിക്കുന്ന ശരീരമാകട്ടെ. സിറോ മലബാർ സഭയിലെ ആരാധനാക്രമത്തിൽ മരിച്ചടക്കൽ 1-2 പ്രാർത്ഥനയിലൂടെ ഞാൻ കൊണ്ടുപോവുക. ചിലർക്ക് പേടിയുണ്ടാവും. ആ പേടി കർത്താവിനെ സമർപ്പിച്ച് ഇതൊന്ന് ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കുക. ചിലർ മരിച്ചടക്കിന് പോകില്ല, അവർക്ക് പേടിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാട്ട് കേൾക്കാൻ പേടി, ആരും വെക്കാൻ പോലും പാടാൻ പോലും വീടുകളിൽ സമ്മതിക്കില്ല. പക്ഷേ ഇത് ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കണം എന്താണ് ചെയ്യുക എന്നുള്ളത്. ഒരു സഹോദരൻ പറയുക, അദ്ദേഹം ശുശ്രൂഷയ്ക്ക് വരുന്നതിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, നമുക്കെന്തിനാ ഇത്ര വലിയ മുറ്റം? ഈ മുറ്റം എന്തിനാ? മുറ്റമടിച്ചെൻ്റെ നടുവൊടിഞ്ഞു എന്ന് പറയാണ്. നമുക്ക് ആ മുറ്റത്ത് 1-2 കമുക് വെച്ചാലോ? മക്കളുടെ വിവാഹം കഴിച്ച് പറഞ്ഞയച്ചു. ഇനി എന്തിനാ ഇത്ര വലിയ മുറ്റം? പ്രായമാവുമല്ലോ നമുക്ക്. അപ്പോൾ ഈ ചേട്ടന് കിട്ടിയ വലിയൊരു പ്രചോദനത്താൽ ഈ ചേട്ടൻ ജീവിത പങ്കാളിയോട് പറയുകയാണ്, ആരാ പറഞ്ഞ എല്ലാ ചടങ്ങും തീർന്നത്? 2 പ്രധാനപ്പെട്ട ചടങ്ങ് നമ്മുടെ മുറ്റത്ത് നടക്കാനുണ്ട്. അതെന്താണെന്ന് ഭാര്യ ചോദിച്ചു. 2 മരിച്ചടക്ക് നടക്കാനുണ്ടെന്ന്. ആരുടെയാ? എൻ്റെയും നിൻ്റെയും. വലിയ മുറ്റം വേണം, ആരെങ്കിലുമൊക്കെ വരും. അപ്പോൾ വരുമ്പോൾ ആ മരിച്ചടക്ക് വളരെ ഗംഭീരമായിട്ട് നടക്കാനുള്ള. സ്നേഹമുള്ളവർ, നമുക്കൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. എന്താണ് ആ പാരമ്പര്യം ഇപ്രകാരമായിരുന്നു. മറ്റൊന്നുമല്ല, അത് സന്ധ്യ ആകുമ്പോൾ നമ്മൾ അമ്മയൊക്കെ മുറ്റവും അകമൊക്കെ ഏറെ അടിച്ചിടും. രാവിലെ അടിക്കും. എന്തുകൊണ്ടാണ്? അതിഥി വരുന്നതിന് വേണ്ടിയിട്ടല്ല, എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. ബി പ്രിപ്പയർഡ്. മരിച്ചു കഴിയുമ്പോൾ മുഷിഞ്ഞൊരു വീട്ടിലേക്ക് എല്ലാ ആളുകൾ കയറി വരേണ്ടത്. എന്തിനാണ് വീടടിക്കണേന്നുള്ള അമ്മമാരും ശ്രദ്ധിച്ച് മക്കളെ പഠിപ്പിക്കേണ്ടതാണത്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും എപ്പോഴും വൃത്തിയായിട്ടാണ് ആരെങ്കിലും കയറി വരും. ഞാൻ ആ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുക. സിറോ മലബാർ സഭയിൽ വീട്ടിലായിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് മൃതശരീരം എടുക്കുന്നതിന് മുൻപ്, മൃതശരീരം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ നമുക്കറിയാലോ, ആ പാദം മുൻവശത്തേക്കാണ് വെക്കണേ, ശിരസ് വീട്ടിലേക്ക്. അങ്ങനെ ഒരാൾ നടന്നു പോകുന്നത് അങ്ങനെയാണ് മഞ്ച പിടിച്ചിട്ട് കൊണ്ടുപോകുന്നത്. ആ മരണപ്പെട്ടി എന്ന് പറയുന്നത് വഹിച്ചു കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇപ്രകാരമാണ് പ്രാർത്ഥന: എൻ്റെ സഹോദരരെ, ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ വ്യക്തി പറയണതാ. എന്നിട്ട് നമ്മൾ ചൊല്ലുന്നൊരു പാട്ടുണ്ട്, പ്രകാരമാണ്: വിടവാങ്ങും നേൻ
നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. അതായത് എനിക്ക് ഈ വീട്ടിൽ നിന്ന് വിടുതി നൽകിയ വസതി ഞാൻ ഉപേക്ഷിച്ച് പോവുകയാണ്. അടുത്തൊരു 4 വരിയുണ്ട്. ആ 4 വരി കഴിഞ്ഞിട്ട് വളരെ അർത്ഥവത്താണ്. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ. അതായത് ശാശ്വതമായിട്ട് എനിക്ക് ഒരു ഭാഗ്യം നൽകാനായിട്ട് ഈ പാർപ്പിടമേ ഞാൻ 30 വർഷം 50 വർഷം 60 വർഷം 70 വർഷം ജീവിച്ച എൻ്റെ ഭവനമേ നിനക്കതിന് സാധിക്കില്ല. ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോവുകയാ. നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ഈ മരിച്ച വ്യക്തി നമ്മോട് പറയേണ്ടതാ. ഇതുപോലെ ഞാനും നിങ്ങളുമൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ്. നമ്മുടെ ഭവനം കെട്ടിപ്പിടിച്ചതെല്ലാം ഉപേക്ഷിക്കണം. എന്നിട്ട് പറയുന്നതാ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എത്രയോ അർത്ഥവത്താണ് സ്നേഹമുള്ളവരെ. ഇത് വല്ലപ്പോഴൊക്കെ ഒന്ന് വെച്ച് കേൾക്കണം. ഈ മൃതശരീരം വഹിച്ച് പിന്നെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും. ദേവാലയത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കറിയാം 2 തവണയാണ് ഒരു വ്യക്തിയെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരിക. ഒന്ന് മാമോദീസയ്ക്ക്, എന്തിനാണ്? ജീവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. 2ാമത്തെ വരവ് എന്ന് പറയുന്നത് നിനക്ക് നടക്കാൻ മേലാത്തപ്പോൾ ഈ സമയത്താണ് വരുന്നത്. ശരിക്കും ചുമന്നുകൊണ്ട് വരുന്നത് മരിച്ചടയ്ക്കനാ. എന്തുകൊണ്ട്? നിത്യതയിലേക്കുള്ള യാത്രയിലേക്ക്. അപ്പോൾ സിറമലബാർ സഭയിൽ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥനയുണ്ട്. ദൈവത്തിൻ്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ദേവാലയമേ, നിനക്ക് ഞാൻ വന്ദനം പറയുന്നു. എത്ര അർത്ഥവത്താണ്! ഈ ദേവാലയത്തിലൂടെയാണ് എൻ്റെ മാമോദീസ എനിക്ക് ലഭിച്ചത്, എൻ്റെ വിവാഹം നടന്നത്, എൻ്റെ തിരുപ്പട്ടം നടന്നത്, എല്ലാ കൂദാശകളും സ്ഥൈര്യലേപനം നടന്നത് ഈ ദേവാലയത്തിലാണ്. ഈ ദേവാലയത്തോട് ഞാൻ വിട ചൊല്ലുകയാണെന്ന്. പരിശുദ്ധ കുർബാനയിലൊക്കെ ഭക്തിയില്ലാതെ പങ്കെടുത്ത നിമിഷങ്ങളെ ഓർത്ത്, ദേവാലയം മലീമസമാക്കിയ നിമിഷങ്ങളെ ഓർത്ത്, അശുദ്ധിയുള്ള പ്രവർത്തനം ചെയ്തതിനെ ഓർത്ത് ഈ നിമിഷം മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മൾ ഈ ശരീരത്തിനോടുള്ള ആദരവ് പോലെ ദേവാലയത്തോടും നമ്മൾ ആദരവ് ഉള്ളവരായിരിക്കണം. ഇനി തുടർന്നുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരേ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. നമ്മളെന്നും ഭക്ഷണം കഴിച്ച ഹോട്ടലുടമയോടല്ല, പലയാവർത്തി നമ്മൾ പോയ തുണിക്കടക്കാരനോടല്ല, വില്ലേജ് ഓഫീസറോടോ പഞ്ചായത്ത് ഓഫീസറോടോ അല്ല. ആരോടോ യാത്ര പറയണേ? ഈ ആത്മാവിന് പോഷണം നൽകിയ വന്യ പുരോഹിതരെ ഞാൻ നിങ്ങളോട് യാത്ര പറയുകയാണ്. പലപ്പോഴും കുർബാനയിൽ പ്രസംഗം കഴിയുമ്പോൾ വരും, അല്ലെങ്കിൽ വളരെ വൈകി വരും, നേരത്തെ പോകും. അങ്ങനെയൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴൊക്കെ ഒരു വൈദികൻ്റെ മനസ്സോടെ വേദനിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇനി പാടില്ലെന്ന് ഉറച്ച് തീരുമാനമെടുക്കുക. മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണം. നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ആശ്രയമാണത്, മുഴുവൻ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പുരോഹിതരോട് യാത്ര പറയുകയാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതായത് ഈ മരിച്ചു പോകുന്ന വ്യക്തിയുടെ സ്നേഹം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം. അതായത് നമ്മളറിയില്ലേ, മരിച്ചു പോകുന്ന വ്യക്തി ഇപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ജീവിച്ചിരിക്കുന്നവരെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ല. വിദൂരത്തുള്ളവരെ നിങ്ങൾക്ക് കാണാൻ പറ്റും? ഇല്ല. മരിച്ചുപോയവരോ, മരിച്ചുപോയൊരു അപ്പനുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ചാറിയുണ്ട്, എൻ്റെ സ്നേഹമുണ്ടെന്നേ. They are there. നമ്മൾ പറഞ്ഞു സ്തുതികരണ സ്ഥലം എവിടെയാണെന്ന് നമുക്ക് അറിയില്ലെന്ന്. They are there, just close to you, near to you. എൻ്റെ സ്നേഹം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വർഗത്തിലേക്ക് നമ്മൾ ഒരുമിക്കുന്നവർ, അവിടെ നമ്മൾ എത്തിച്ചേരും. സത്യമാണത്. ഇനി സെമിത്തേരിയിലോ, മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ
മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന ഈ കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന്, എൻ്റെ ശരീരത്തിന്, നിന്റെ ശരീരത്തിന് ദൈവപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രം നൽകേണ്ട ഈ കബറിടം പവിത്രീകരിക്കണമേ. രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് പറയുക. മാമോദീസ സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് തൈലാഭിഷേകം ചെയ്ത ഈ ശരീരം രണ്ടാമത്തെ ആഗമനത്തിൽ ഇത് ഉയർപ്പിക്കപ്പെടും. എന്നിട്ട് വേറൊരു ശരീരമായിട്ട് ആത്മാവിനോട് ചേരാനുള്ള ഈ ശരീരം വിശ്രമിക്കുവാനുള്ള ഈ കബറിടം വിശുദ്ധീകരിക്കണമേ എന്ന്. എത്ര മനോഹരമാണ്! നിങ്ങളിത് ധ്യാനിക്കണം സ്നേഹമുള്ളവർ. മരിച്ചടക്കിന് പോകുമ്പോഴല്ല, ജീവിച്ചിരിക്കുമ്പോൾ ധ്യാനിക്കണം. അതുകൊണ്ട് ശരീരത്തിനെ ബാധിക്കുന്ന പാപങ്ങൾ കണ്ണിലൂടെ വരുന്നത്, കാതിലൂടെ, നാവിലൂടെ, നാസാരന്ധ്രങ്ങളിലൂടെ, ത്വക്കിലൂടെ, സ്പർശനത്തിലൂടെ. പാപവും പുണ്യവും ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുന്നത്. ഈ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കണം. അതായത് മൂന്നാമത്തെ കാര്യം ശരീരത്തെക്കുറിച്ചുള്ളത്. നിങ്ങളിത് കേൾക്കണം, പഠിക്കണം. നാലാമതായിട്ട് വിശുദ്ധ കുർബാന. ഞാൻ പറഞ്ഞ ഞാൻ ഒന്നുകൂടെ ക്രമത്തിൽ പറഞ്ഞു പോകണം. വിശുദ്ധ കുർബാന, കുംഭസാരം, മറ്റു കൂദാശകൾ, കുടുംബ പ്രാർത്ഥന, ഇവയ്ക്ക് മുടക്കം വരുത്താതിരിക്കുക. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് അച്ഛൻ. നമുക്കറിയാമല്ലോ, മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുക, കൂടെ കുമ്പസാരിക്കുക. വിശുദ്ധർ പോലും കൂടെ കുമ്പസാരിച്ചിരുന്നു. കുടുംബ പ്രാർത്ഥന ദൈവത്തോർത്ത് പരമാവധി മുടക്കാതിരിക്കുക. ഇതിനൊക്കെ കൂദാശകൾ സ്വീകരിക്കാൻ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ മരണാസന്നരായവർക്ക് നമ്മൾ രോഗിലേപനൊക്കെ സുബോധമുള്ളപ്പോൾ കൊടുക്കുക. നീ രോഗിയാണെന്നെങ്കിൽ സുബോധമുള്ളപ്പോൾ പോയിട്ട് അച്ഛനെ പള്ളിയിൽ നിന്ന് വിളിച്ചിട്ട് വരാൻ പറഞ്ഞ് കുമ്പസാരിച്ച് ഒരുങ്ങി ആ കൂദാശ സ്വീകരിക്കുക. അഞ്ചാമതായിട്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള കടമകൾ നിറവേറ്റണം. അപ്പോൾ ഏവൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. മരിച്ചവർക്ക് വേണ്ടിയുള്ള കടമകൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ തോബിത്ത് പറയുന്നത് പ്രകാരമാണ്: ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, നഗ്നരെ ഉടുപ്പിച്ചിട്ടുണ്ട്. നിനവേയുടെ മതിലിന് പുറത്ത് ഏതെങ്കിലും മൃതശരീരങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മൃതശരീരങ്ങൾ കൊണ്ടുവന്ന് ഞാൻ കബറടക്കം ചെയ്തിട്ടുണ്ട്, ഞാൻ സംസ്കരിച്ചിട്ടുണ്ടെന്ന് തോബിത്ത് പറയാണ്. മരിച്ചവരോടുള്ള കടമകൾ നമ്മൾ നിറവേറ്റണം. ഇനി ആറാമതായിട്ട് തിരുസഭയുടെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുക. അത്രയേ ഉള്ളൂ. 10 കൽപ്പനകൾ തന്നിട്ടില്ലേ, അത് കൂടെ ഓർക്കുക. പ്രമാണങ്ങൾ, തിരുസഭയുടെ 5 പ്രമാണങ്ങളുണ്ട്, അവ പാലിക്കുക. ഏഴാമതായിട്ട് പറയുന്നത് പ്രകാരമാണ് വിസിറ്റ് ടു ദ ബ്ലെസ്സഡ് സാക്രമെൻറ്റ്. നമ്മൾ ദിവ്യകാരുണ്യത്തിനെ വല്ലപ്പോഴും സന്ദർശിക്കുക. ദിവ്യകാരുണ്യ സന്ദർശനം പ്രാർത്ഥന. പലപ്പോഴും സമയം കിട്ടുമ്പോൾ ഒറ്റയ്ക്കാണ് വീട്ടിൽ, പള്ളിയുടെ ഒരു വാതിൽ എപ്പോഴും തുറന്നിട്ടുണ്ടായിരിക്കും, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ദേവാലയത്തിന് മുമ്പിലൊക്കെ കടന്നു പോവുകയാണ്, ഒന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക, പിതാവിനും പുത്രനും വയ്ക്കുക. അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധന സ്തുതി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്നേഹമുള്ള ദൈവമക്കളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ നമ്മുടെ സമയം കുറയും. ജോബ് പറഞ്ഞൊരു വചനത്തോടുകൂടി അച്ഛൻ അവസാനിപ്പിക്കുക. ജോബ് തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞതിൻ്റെ പ്രകാരമാണ്: നഗ്നനായി ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നു, നഗ്നനായി തന്നെ ഞാൻ പോകുന്നു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു. നമുക്ക് സാധിക്കുന്നവരൊരു മുട്ടുകുത്തി നിൽക്കാം, കരങ്ങൾ കൂപ്പി നമുക്കൊന്ന് മിഴികൾ അടയ്ക്കാം. കർത്താവ് നൽകിയ എല്ലാ ബോധ്യങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ഞാനും നഗ്നനായാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നെ ഇനി വസ്ത്രം ഉടിപ്പിക്കേണ്ടത് എൻ്റെ ദൈവം തമ്പുരാനാണ്. ഈ ഭൂമിയിൽ കൊണ്ടുപോകുവാൻ എനിക്കൊന്നുമില്ല. ദൈവമേ, ഈ ബോധ്യം എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞ് ജോബിൻ്റെ ആ വിശുദ്ധ വിചാരത്തോട് ചേർന്ന് നിന്ന് കരങ്ങൾ കൂപ്പി നമുക്ക് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. ലോകത്തിലെനിക്കില്ല യാതൊന്നും, എൻ്റെ കൂടന്നു പോരുവാൻ. നഗ്നയായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നയായി തന്നെ പോകുമേ.
സ്നേഹമുള്ളവരെ, നമ്മൾ ഈ വരികൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് കണ്ണീരൊഴുക്കുന്നവരെ, നിനക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? ഒന്നും നഷ്ടപ്പെട്ടില്ലെന്ന് ബോധ്യം വരട്ടെ. കർത്താവ് നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. ഒരു പരിശുദ്ധ കുർബാന നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. നിന്റെ ആത്മാവിന്റെ രക്ഷ നഷ്ടപ്പെടുന്നതാണ് നിന്റെ ഏറ്റവും വലിയ നഷ്ടം. ഈ ഭൂമിയിൽ നീ കെട്ടിപ്പടുത്തതൊന്നും, കൂട്ടിച്ചേർക്കപ്പെട്ടതൊന്നും, നീ കൂട്ടിവെച്ചതൊന്നും നിനക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. ദൈവമേ, എന്നോടൊപ്പം വസിക്കണമേ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ആ ഈശോയുടെ അവസാന മൊഴി ഒന്ന് ഓർത്ത് നോക്കിയ സ്നേഹമുള്ള ദൈവമക്കളെ. ജോബ് അതുകൊണ്ടാണ് തൻ്റെ നഷ്ടങ്ങളെ കുറിച്ചല്ല എന്ന് ജോബിന്റെ ചിന്ത, നേട്ടങ്ങളെ കുറിച്ചായിരുന്നു ജോബിന്റെ ചിന്ത. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തന്നതാണ്. തന്ന ദൈവത്തിനറിയാം വീണ്ടും എനിക്ക് എന്ത് വേണമെന്നുള്ളത്. വാ തുറന്നവനറിയാം അന്നം തരണമെന്ന്. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ഇല്ലാമയെ കുറിച്ച് ദുഃഖിച്ച നിമിഷങ്ങളെ ഓർത്ത് ഞാൻ മാപ്പപേക്ഷിക്കുകയാണ്. നമ്മുടെ ദൈവമക്കളെ, മാപ്പപേക്ഷ പ്രാർത്ഥിക്കുക. എനിക്ക് ഒന്നുമില്ലല്ലോ എന്ന് ഓർത്ത നിമിഷങ്ങളെ ഓർത്ത് മാപ്പപേക്ഷ പ്രാർത്ഥിച്ചു. ജോബിനോട് ചേർന്ന് ഒന്നുകൂടെ, ദൈവമേ, എനിക്ക് ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണ് എനിക്ക് മുഖ്യം. ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെയൊക്കെ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ പ്രാണന് വേണ്ടി, അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈ ജീവിതത്തോടുള്ള ആസക്തി, ഈ ലോകത്തോടുള്ള വലിയ മമത, സ്നേഹം എന്നിവയെല്ലാം കുറച്ചു തരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി ഒരിക്കൽ കൂടി ജോബിന്റെ ആ വിശുദ്ധ വിചാരത്തോട് നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ചേർത്ത് വെക്കാം. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. ലോകത്തിലെനിക്കില്ല യാതൊന്നും, എൻ്റെ കൂടന്നു പോരുവാ. നഗ്നയായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നയായി തന്നെ പോകുമേ. ലോകത്തിലെനിക്കില്ല യാതൊന്നും, എൻ്റെ കൂടന്നു പോരുവാ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, നന്ദി, സ്തുതി, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ലോകത്തിലെനിക്കില്ല യാതൊന്നും, എൻ്റെ കൂടന്നു പോരുവാ. യേശുവേ, എൻ്റെ ഇല്ലായ്മയെ സമർപ്പിക്കുന്നു, എൻ്റെ കണ്ണീരിനെ സമർപ്പിക്കുന്നു, എൻ്റെ നൊമ്പരത്തെ സമർപ്പിക്കുന്നു, എൻ്റെ കുറവുകളെ, പോരായ്മകളെ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്നും മരണം മൂലം ഏർപ്പെട്ടു പോയവരെ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന, ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, ആരാധന. നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന. ഒരിക്കൽ കൂടി സ്നേഹമുള്ള ദൈവമക്കളെ, ആശുപത്രി കിടക്കയിൽ കഴിയുന്നവരെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുക്കമില്ലാതെ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ട് അവർ നിത്യരക്ഷയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ചിന്ത നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. എന്നെ ശുശ്രൂഷിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ ഈ മുറിയിൽ ആശുപത്രിയിൽ ഒറ്റയ്ക്കായി പോയല്ലോ എൻ്റെ ഈശോ, എൻ്റെ മകനോ മകളോ എന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്നുള്ള ദുഃഖമുള്ളവരൊക്കെ ഈ നിമിഷം ഒറ്റപ്പെട്ട ഏകാന്ത തടവ് പോലെ വലിയ ഭവനങ്ങളിൽ, ചെറിയ ഭവനങ്ങളിൽ, അടച്ചിട്ട മുറികളിൽ ശ്വാസം മുട്ടി കഴിയുന്നവരെ, ആശുപത്രിയിലായിരിക്കുന്നവരെ ഒക്കെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കരുണ തോന്നണമേ. ദൈവമേ, ഞങ്ങളങ്ങനെ ആരാധിക്കും. നിങ്ങൾ ആ വേദന സമർപ്പിച്ച് സ്നേഹമുള്ള ദൈവമക്കളൊന്ന് ആരാധിച്ച് കർത്താവ്
നമ്മളെ ശരിക്കും ചങ്കോട് ചേർത്ത് പിടിക്കും. കർത്താവ് നമ്മളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. അവൻ നമുക്ക് വലിയൊരു ആശ്വാസം നൽകും. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. കരങ്ങൾ കൂപ്പി നമ്മുടെ നൊമ്പരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ ഒരിക്കൽ കൂടി ആരാധിക്കാം. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളീ ലോകേ, യേശുവിനെ പോലെ ആരുമില്ല. അങ്ങീലല്ലാതെ വേറെയില്ലെന്നാശ്രയം. എന്റെ ആശ്രയം എന്റെ യാത്രയുടെ അന്ത്യം ദൈവമാണ്. അങ്ങിൽ മാത്രം ചാരും നിൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം. കരങ്ങൾക്ക് നമുക്ക് ആരാധിക്കാം. അങ്ങേപ്പോലെൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങീലല്ലാതെ വേറെയില്ലെന്നാശ്രയം. ജയിലിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. അങ്ങിൽ മാത്രം ചാരുന്നെൻ പ്രാണപ്രിയനേ, കൊലപാതകം ചെയ്തവരെ അതുപോലെ മരണപ്പെട്ടവരെ മാത്രമാണെന്നും എന്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന. ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് മുട്ടുകൾ മടക്കാം, കരങ്ങൾ കൂപ്പാം. ആരാധനയുടെ ഗീതം നമ്മളെ പാടിക്കൊണ്ട് തന്നെ നമ്മൾ ആശീർവാദം സ്വീകരിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ സകല നിയോഗങ്ങളും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തമ്പുരാനെ സമർപ്പിച്ച് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ വഴി നടത്തിയോടുത്ത് സകല നിയോഗങ്ങൾ സമർപ്പിച്ച് ഒന്ന് കരങ്ങൾ കൂപ്പി മിഴിയടച്ച് സ്നേഹമുള്ള ദൈവമക്കളെ ഗായകരോട് ചേർന്ന് കർത്താവിന്റെ ആശീർവാദം നമ്മൾ ഈ ഗാനം പാടുമ്പോൾ തന്നെ സ്വീകരിക്കുകയാണ്. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന.